ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. മലയാളത്തിലെ നമ്മുടെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ പാഠം, അതായത് നമ്മുടെ 4ഉം 5ഉം 6ഉം പാഠങ്ങളാണ് നമുക്ക് 2ാമത്തെ പാർട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. നമ്മൾ അതിൽ 4th യൂണിറ്റിൻ്റെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. കാണാത്ത കൂട്ടുകാർ തീർച്ചയായും കാണുക. മലയാളത്തിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 5ാമത്തെ യൂണിറ്റാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. 5ാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ്? നന്നാവാൻ ഒന്നാവാം എന്നാണ് പാഠത്തിൻ്റെ പേര്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ 5ാമത്തെ യൂണിറ്റിൽ നമുക്ക് 2 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. വിരുന്നൊരുക്കാം, അതുപോലെ കൂട് തുറക്കാം. വിരുന്നൊരുക്കാം എന്നുള്ള പാഠത്തിലുള്ളത് 4 ഭാഗങ്ങളുണ്ട്. 4 പാഠങ്ങൾ ഏതൊക്കെയാണ്? പാവയൂണ്, ചോദ്യം, കള്ളം, നേരും നുണയും. അതുപോലെ കൂട് തുറക്കാം എന്നുള്ള ചാപ്റ്ററിലുള്ളത് വെറും തൊട്ടിലാട്ടാത്ത കാറ്റ്, കുഞ്ഞുണ്ണിയുടെ മീൻകുഞ്ഞുങ്ങൾ, അങ്ങനെ 2 പാഠങ്ങളുണ്ട്. അതിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഏതാന്ന് വെച്ചാൽ നമ്മുടെ 5ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ വിരുന്നൊരുക്കാം എന്നുള്ള ചാപ്റ്ററിലെ ആദ്യത്തെ പാഠം പാവയൂണ് എന്നുള്ള ഒരു കവിതയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പാവയൂണ് എന്നുള്ളത് ഒരു കവിതയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 5ാമത്തെ യൂണിറ്റിന്റെ ഫസ്റ്റ് പേജ് കേട്ടോ. നന്നാവാൻ ഒന്നാവാം എന്നാണ് നമ്മുടെ ഈ പാഠത്തിന്റെ പേര്. ഒത്തൊരുമയെക്കുറിച്ചിട്ടൊക്കെ നമ്മളെ സ്നേഹത്തെക്കുറിച്ചും അതൊക്കെ നമ്മൾ 5ാമത്തെ യൂണിറ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ വാതിൽ എന്നുള്ള ഇൻട്രൊഡക്ഷനിൽ ഒരു കവിതയുടെ 4 വരി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആരെഴുതിയതാ? സഹോദരൻ അയ്യപ്പൻ എഴുതിയ സമഭാവന എന്നുള്ള കവിതയിലെ 4 വരിയാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. കവിതയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കൂടിയുണ്ട്. അതും ഇത് വായിക്കാം. വലുതിന്നിര ചെറുതെന്നതു മൃഗജീവിത നിയമം, ചെറുതിൻ തുണ വലുതെന്നതു നരധർമ്മം, ദൃഢമേവരും ഇവിടെ സുഗമവരേണ്ടവരല്ലോ, സമഭാവന കൈകൊള്ളുക സമഭാവന ശരണം. എന്താണ് ഇതിന്റെ അർത്ഥം എന്നുള്ളത് നമുക്ക് അടുത്ത ചോദ്യത്തിന് ഉത്തരം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചിത്രവുമായി ബന്ധപ്പെട്ട ആരണാവകാശി എന്ന കഥ ടീച്ചർ പറഞ്ഞു തന്നല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഈ പാഠം എടുക്കുന്ന സമയത്ത് ടീച്ചർ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരും കേട്ടോ. നമ്മൾ കുറച്ച് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അവകാശി എന്നുള്ളൊരു കഥ കിട്ടിയില്ല. അതുകൊണ്ടാണ് അത് ഇവിടെ നമ്മൾ കൊടുക്കാതിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു കഥ നിങ്ങൾക്ക് ടീച്ചർ തീർച്ചയായിട്ടും പറഞ്ഞു തരും. ക്ലാസ്സിൽ അത് ടീച്ചർ പറഞ്ഞു തരും. അത് പറഞ്ഞതിന് ശേഷം ആ കഥയും ഇപ്പൊ നമ്മൾ വായിച്ച കവിയും തമ്മിൽ താരതമ്യം ചെയ്തിട്ട് അത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എഴുതാനാണ് ഈ ചോദ്യം. അപ്പൊ അതിന്റെ ഉത്തരം എന്താന്ന് വെച്ചാൽ, ആരാണ് അവകാശികൾ എന്ന കഥയും, ആ കഥ നമ്മൾ ഫുള്ളായിട്ട് വായിച്ചിട്ടില്ല. നമ്മൾ വായിച്ചിട്ടുണ്ട്, പക്ഷെ അത് മുഴുവനായിട്ടും നമുക്ക് അതിന്റെ ഒരു ആശയം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കഥ ഇവിടെ തരാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ അത് നമ്മൾ വായിച്ച് നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? ആരാണ് അവകാശികൾ എന്ന കഥയും സമഭാവന എന്ന കവിതയും തമ്മിലുള്ള പ്രധാന ബന്ധം രണ്ടും മനുഷ്യബന്ധങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കവിതയിൽ വലുതിന്നിര ചെറുതെന്നതു മൃഗജീവിത നിയമം, ചെറുതിൻ തുണ വലുതെന്നതു തന്നെ നരധർമ്മം എന്ന് സഹോദരൻ അയ്യപ്പൻ പറയുന്നു. മൃഗങ്ങളെ പോലെ ബലഹീനരെ ചൂഷണം ചെയ്യാതെ ശക്തർ ബലഹീനരെ സഹായിക്കുകയും സമഭാവനയോട് ജീവിക്കുകയും വേണം എന്ന സന്ദേശമാണ് കവിത വായനക്കാർക്ക് നൽകുന്നത്. ആരാണ് അവകാശം എന്ന കഥയും ഇതേ ആശയം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള വിരുന്നൊരുക്കാം എന്നുള്ള ചാപ്റ്റർ ഓപ്പൺ ചെയ്യാം. അപ്പൊ സമഭാവനയും സ്നേഹവുമാണ് ലോകത്തെ സുന്ദരമാക്കുന്നത്. അല്ലാതെ എല്ലാവരും തുല്യരാണെന്നുള്ള ചിന്താഗതി അല്ലേ? ഞാൻ വലിയവൻ നീ ചെറിയവൻ എന്ന ചിന്തയല്ല. സമഭാവന വെച്ചാൽ എല്ലാവരും ഒരേ തുല്യരാണ്. ഭൂമിയിൽ ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവും സ്നേഹവും ഒക്കെയാണ് നമ്മുടെ ഈ ലോകത്തെ തന്നെ എന്താക്കുന്നത്? സുന്ദരമാക്കുന്നത്. അപ്പൊ അടുത്ത് നോക്കൂ, മീനുകുട്ടി വിരുന്നൊരുക്കുന്നത് നോക്കൂ. അപ്പൊ ഈ അടുത്ത പാഠം നമ്മുടെ ചാപ്റ്റർ പാവയൂണ് എന്നുള്ള കവിത എന്തിനെ കുറിച്ചാണ്? ഒരു കുട്ടി വിരുന്നൊരുക്കുകയാണ്. ആ കുട്ടിയുടെ പേരാണ് മീനുകുട്ടി കേട്ടോ. മീനുകുട്ടി എന്താണ്? നമ്മൾ കളിക്കുന്ന സമയത്തൊക്കെ ഊണൊക്കെ ഉണ്ടാക്കി കളിക്കാറുണ്ട് അല്ലേ? ഇലയും മണ്ണൊക്കെ ഉപയോഗിച്ചിട്ട് സദ്യ ഉണ്ടാക്കുന്ന പോലെയൊക്കെ ഉണ്ടാക്കുക. പാവകളൊക്കെ വെച്ച് പാവകൾക്ക് ഊണ് കൊടുക്കണ പോലെയൊക്കെ കളിക്കാറുണ്ട് അല്ലേ? അമ്മയും കുട്ടിയൊക്കെ കളിക്കില്ലേ? അതേപോലെ നമ്മുടെ മീനുകുട്ടി എന്ത് ചെയ്യാണ്? ഒരു ഊണ് തയ്യാറാക്കുകയാണ് കേട്ടോ. കുറെ അതിഥികളെ സൽക്കരിക്കാൻ വേണ്ടി ഊണ് തയ്യാറാക്കുകയാണ്. അപ്പൊ അതാണ് പാവയൂണ് കേട്ടോ. പാവയൂണ് എന്നാണ് നമ്മുടെ കവിതയുടെ പേര്. കവിത എഴുതിയിരിക്കുന്നത് VM ഗിരിജ, കവയത്രി VM ഗിരിജയുടെ പാവയൂണ് എന്നുള്ള കവിതയാണ് നമ്മൾ ഇനി വായിക്കാൻ പോകുന്നത്. അത് നമുക്ക് വായിക്കാം. എന്നിട്ട് കവിതയുടെ ആശയം എന്താന്ന് പറയാം കേട്ടോ. അപ്പൊ ആദ്യം വായിക്കാം. പാവയൂണിനൊരുക്കാം നീ പോയി പറയേണ്ടവരെ വിളിച്ചോളൂ, പാറുകയായി മീനുകുട്ടിയോളം വിടുവാൻ പാടില്ല. അപ്പൊ പാവയൂണ് ഒരുക്കാം, എല്ലാരും വിളിക്കാൻ പറയാണ് അല്ലേ? മുറ്റത്തെ പാഴില മാറ്റി തൂത്തു നിരത്തി വെടുപ്പാക്കി, സാരി നീട്ടി പന്തലുമിട്ടു, നേരം കഴിയാറായല്ലോ, സാരമില്ല കളിയല്ലേ, ഈ പാചകം ഒരു കൺകെട്ടല്ലേ.
അപ്പം അതിനുവേണ്ടി എന്തൊക്കെയാണ് പന്തലൊക്കെ ഒരുക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പം മുറ്റത്തെ ഇലകളൊക്കെ നിരത്തി മാറ്റി അവൻ തൂത്ത് നിരത്തി വെടുപ്പാക്കി സാരി ഉപയോഗിച്ചില്ലേ നമ്മൾ കളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അമ്മയുടെ പഴയ സാരിയൊക്കെ എടുത്ത് എന്ത് ചെയ്യും, പന്തലൊക്കെ ഇട്ട് കളിക്കില്ലേ, അതുപോലെ അവിടെ എന്ത് ചെയ്യണം, അതെ ആ സാരിയൊക്കെ എടുത്ത് പന്തലിട്ടു. എന്നിട്ട് കാത്തിരിക്കുകയാണ്, അതിഥികളെ കാത്തിരിക്കുകയാണ്. പ്ലാവില, കറുക, ഉണക്കത്തോലും പൂവും കോലും ചെഞ്ചരലും കോരി വിളമ്പാൻ അമ്മ വരുമ്പോൾ ആരാർ വന്നു നിരക്കുന്നു. അങ്ങനെ എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് സദ്യ? പ്ലാവില, കറുക, ഉണക്കത്തോലും പൂവും കോലും അങ്ങനത്തെ ചില ഇലകളും അങ്ങനെ ഒക്കെ ഉപയോഗിച്ചാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, മീനുക്കുട്ടി സദ്യ ഒരുക്കിയിരിക്കുന്നത് അല്ലേ. ഒരു ഒരു കളിയല്ലേ അല്ലേ, കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ ആരൊക്കെയാണ് അതിഥികൾ എല്ലാവരും വന്നു, ഭക്ഷണം ഊണ് കഴിക്കാനായിട്ട് എല്ലാവരും വന്നു. ആരൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാല് വെന്തു നടക്കും നായ, ആകെ നനഞ്ഞൊരു പെൺപൂച്ച, കാലൊടിഞ്ഞൊരു കണ്ണില്ലാത്തൊരു പാവം കാക്ക വയസ്സെത്തി, കൊമ്പു മുളയ്ക്ക കൊച്ചനൊരാട്, പല്ലില്ലാത്ത മനുക്കുട്ടൻ, കുടമണി കെട്ടിയ ചെമ്പിച്ചി പയ്യരികെ താറാവിൻ കൂട്ടം, കോഴിക്കൂട തുറന്നൊരു കൂട്ട്, ചോണനുറുമ്പിൻ പടയോട്ടം. ആരൊക്കെയാണ്? നായുണ്ട്, പൂച്ചയുണ്ട്, ആടുണ്ട്, പശു അല്ലെ, പശുക്കുട്ടിയുണ്ട്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ താറാവിൻ കൂട്ടം ഉണ്ട്, കോഴിക്കൂട് തുറന്നപ്പോൾ കുറെ കോഴികളും വന്നു, ചോണനുറുമ്പിന്റെ കൂട്ടമുണ്ട്, അണ്ണാറക്കണ്ണൻ, വേട്ടാളന്മാർ, അരുമത്തുമ്പികൾ, പൂമ്പാറ്റ, അമ്പായിപ്പായും പൂങ്കുരുവി, പൂച്ചെണ്ടിൽ ഉറങ്ങും തേനീച്ച, ചവിട്ടിലക്കിളി, പൈനകൾ, മണ്ണിൽ കളിച്ചു തീരാ കുഴിയാന. അങ്ങനെ എല്ലാവരും ഉണ്ടല്ലേ സദ്യക്ക്. പാവയൂണിന് ഒരുങ്ങിയപ്പോഴേ യശോദ പിറക്കുന്നു, ആര്യവർ എന്ത് പ്രപഞ്ചം മുഴുവൻ ആ അമ്മയ്ക്ക് പകയ്ക്കുന്നു. അപ്പൊ ചോദിക്കുകയാണ് അല്ലേ, കുട്ടിയോട് ചോദിക്കുകയാണ്, അമ്മ ചോദിക്കുകയാണ് എന്താണിത്, എല്ലാ ജീവജാലങ്ങളും ഈ പ്രപഞ്ചം തന്നെ മുഴുവൻ വെച്ചാൽ എന്താണ്, എല്ലാ ജീവജാലങ്ങളും വന്നിട്ടുണ്ടല്ലോ ചോദിക്കുകയാണ്. അപ്പൊ എന്താണ് മീനുക്കുട്ടി പറയുന്നത്, എന്താ പറയണത്, പറയുകയാണിത്. അപ്പൊ കുട്ടി പറയുകയാണിത് കുറവായമ്മേ, പലരും വരുവാൻ ഒത്തില്ല, വന്നവരൊക്കെ കുറവാണ്, വിളിച്ച ആൾക്കാർ മുഴുവൻ വന്നിട്ടേ ഇല്ല എന്ന് പറയാണ് അല്ലേ. ഇവൾക്ക് പുഞ്ചിരി ഉണ്ടല്ലോ ചെന്നൊരൊറ്റ വറ്റാൽ നിറയിക്കാൻ. അതായത് അവളുടെ സന്തോഷം അല്ലെ, അവളുടെ സ്നേഹം, ഇവളുടെ പുഞ്ചിരി ഉണ്ടല്ലോ വന്നവരുടെ വയറ് നിറയ്ക്കാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, അവളുടെ സ്നേഹം അത്രത്തോളം, അവളുടെ സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ആ ഒരു സ്നേഹം ഉണ്ടല്ലോ വന്നവരുടെ വയറ് നിറയ്ക്കാൻ, അത്രയും സ്നേഹം ഉണ്ടെന്നാണ് പറയുന്നത്. അത് കുട്ടിക്കും അതുപോലെ തന്നെ ഈ ജീവജാലങ്ങൾ കൊണ്ടൊന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, പ്രകൃതിയെ തന്നെയാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഈ പ്രകൃതിയോടുള്ള സ്നേഹം മറ്റു ജീവജാലങ്ങളെ തുല്യമായി കാണുന്നു, സമഭാവനയോടുകൂടെ കാണുന്നു, സ്നേഹത്തോടെ കാണുന്ന ഒരു ചിന്താഗതിയാണ് ആ കുട്ടിക്കുള്ളത് അല്ലെ. അപ്പൊ ആ മനുഷ്യബന്ധങ്ങളെ കുറിച്ച്, അത് മനുഷ്യനും മറ്റു ജീവജാലങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ആ സ്നേഹത്തെക്കുറിച്ചൊക്കെയാണ് ഇവിടെ നമുക്ക് ഈ കവിതയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് കവിതയുടെ ആശയം എന്താണെന്ന് എഴുതാം. അപ്പൊ എപ്പോഴും ഒരു കവിത പഠിക്കുമ്പോൾ ആശയം പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഒരു ആസ്വാദനക്കുറിപ്പോ താരതമ്യക്കുറിപ്പൊക്കെ ചോദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനെ ആശയം പഠിച്ചു വെക്കുന്നത്. പാവയൂൺ എന്ന കവിതയിൽ കവി ചെറു ജീവികളോടുള്ള കരുണയും പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ഉത്തരവാദിത്വവും വ്യക്തമാക്കുന്നു. ഒരു കുട്ടി ഉണ്ടാക്കുന്ന പാവയൂണിൽ നിന്നാണ് കവിത ആരംഭിക്കുന്നത്. ഊണ് കഴിക്കാനായി എല്ലാവരെയും ക്ഷണിക്കുന്നു. അതിനായി അവൾ മുറ്റമെല്ലാം വൃത്തിയാക്കി ഒരു പഴയ സാരി എടുത്ത് ഒരു ചെറിയ പന്തലും ഇട്ടു. അതിഥികളെ കാത്തിരിക്കുകയാണ്. പ്ലാവിലയും കറുകയും ഉണക്കത്തോലും പൂവും കോലും ഒക്കെ ഉപയോഗിച്ചാണ് അവൾ കളിക്കായി ഊണ് തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെ അതിഥികൾ വന്നു തുടങ്ങി. നായയും പൂച്ചയും കാക്കയും ആടും പശുവും താറാവിൻ കൂട്ടവും കോഴികളും അണ്ണാറക്കണ്ണന്മാരും തുടങ്ങി പൂമ്പാറ്റയും തുമ്പിയും ഉറുമിൻ കൂട്ടവും വരെ അതിഥികളിൽ ഉണ്ടായിരുന്നു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള തീക്ഷ്ണമായ സ്നേഹബന്ധമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്നിട്ടും കുട്ടി പറയുന്നത് ഇനിയും കുറെ പേർ വരാൻ ബാക്കിയുണ്ടെന്നാണ്. അവളുടെ പുഞ്ചിരി കൊണ്ടു തന്നെ അതിഥികളുടെ വയർ നിറയും എന്ന വരികളിലൂടെ ആ കുട്ടിക്ക് പ്രകൃതിയോടുള്ള സ്നേഹമാണ് വ്യക്തമാക്കുന്നത്. അവൾ എല്ലാ ജീവജാലങ്ങളും തുല്യമായി തന്നെ കാണുന്നു. മരവും അതിൽ താമസിക്കുന്ന ഉറുമ്പുകളും മറ്റു ജീവികളും എല്ലാം ഈ ലോകത്തിന്റെ അവിഭാജ്യ ഭാഗങ്ങളാണ്. ചെറുതായാലും വലുതായാലും എല്ലാ ജീവജാലങ്ങളും ഒരുപോലെ വിലപ്പെട്ടവയാണ്. പ്രകൃതിയോടും സഹജീവികളോടും സ്നേഹവും കരുണയും പുലർത്തുമ്പോഴാണ് ജീവിതം സുന്ദരമാകുന്നത് എന്ന സന്ദേശമാണ് ഈ കവിത നൽകുന്നത്. കവിതയുടെ ആശയം എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ ഈ കവിതയുടെ ചോദ്യോത്തരങ്ങൾ നമ്മൾ അടുത്ത പാർട്ടായിട്ട്, ഈ ചാപ്റ്ററിന്റെ അടുത്ത പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് കവിതയുടെ ആശയത്തിന് ക്ലാസ് ആയിരുന്നു. അപ്പൊ എല്ലാ കൂട്ടരും ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.